ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 15 റിവ്യൂ ആണ്. ഇന്നലെ പ്രൊമോയ്ക്ക് ശേഷം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ആർക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഷോയുടെ പ്രത്യേകത എങ്ങനെയാണ്? നമ്മുടെ കുറേയധികം മനസമാധാനം ഇതങ്ങോട്ട് എടുക്കും. ഇവർ അടിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കണം, അതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കണം, അതിൻ്റെ ന്യായ അന്യായങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യണം, കമൻറ്റ് വായിക്കണം, ചില ആളുകളോട് പോരടിക്കണം. ഗംഭീരമായിട്ടുള്ള ടെൻഷൻ മുഹൂർത്തങ്ങളിൽ കൂടെയാണ് ഓരോ ബിഗ് ബോസ് പ്രേക്ഷകനും ഇത്തരത്തിലുള്ള ചില ഡേയ്സിൽ കടന്നു പോകുന്നത്. അങ്ങനെ റോക്കി ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. വിട പറയാനായിട്ടുള്ള സമയമൊന്നും കിട്ടിയില്ല. കണ്ണ് കെട്ടി സൈഡ് കട ഇറക്കിക്കൊണ്ട് അങ്ങോട്ട് പോയി. അതും ബിഗ് ബോസും വലിയ കാര്യമായിട്ടുള്ള ഒരു പരിഗണനയൊന്നും കൊടുത്തില്ല. അത്രയധികം കരച്ചിലുണ്ടായിരുന്നു. കരഞ്ഞ് 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 റോക്കി അങ്ങോട്ട് തളർന്നു. റോക്കി സിജോയ്ക്കിട്ട് കൊടുത്ത അടിയേക്കാട്ടിലും കൂടുതൽ സ്വന്തം ചെവിക്കലിനിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം പറയുന്നതിനകത്തൊരു ന്യായമുണ്ടേ. 6 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അദ്ദേഹം ഒരു അവസരം കിട്ടി ബിഗ് ബോസിലേക്ക് വരുന്നത്. അത്ര കാത്തിരിപ്പുണ്ട്. ആ ഒരു സീസണുകൾ മുഴുവൻ കണ്ടിട്ടുമുണ്ട്, ഡയലോഗുകളിൽ ചിലത് കാണാപ്പാടം പഠിച്ചിട്ടുമുണ്ട് എന്ന് തോന്നുന്നു. അതാണ് സിജോ പറഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് പുള്ളി പ്രകോപിതനായത്. പുള്ളി ലൈവിൽ പറഞ്ഞൊരു സംഗതിയുണ്ട്, തുരത്തി അടിക്കുമെന്ന്. പണ്ട് സാബുണ്ണൻ പറഞ്ഞ ഒരു ഡയലോഗ് ആയതുകൊണ്ട് സിജോ അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുകയും അത് പറഞ്ഞിട്ട് റോക്കിനെ പ്രൊവോക്ക് ചെയ്യുകയും ചെയ്തു. അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ തമാശയ്ക്ക് പൂമ്പാറ്റ ഗുണ്ട എന്നൊക്കെ വിളിച്ചു. എന്തുകൊണ്ടാണ് പ്രേക്ഷകരും അതേപോലെ തന്നെ കണ്ടസ്റ്റൻസും ഒക്കെ പുള്ളി അങ്ങനെ ഒരു കൊച്ചു ഗുണ്ടയായിട്ട് കണക്കാക്കുന്നത്? അത് അയാളുടെ ഓവർ പെർഫോമൻസ് കാരണമാണ്, അമിത ആവേശം കാരണമാണ്. അതുകൊണ്ട് ഒരു കൊച്ചു കുട്ടിക്ക് കൊടുക്കുന്ന പരിഗണന മാത്രമേ കണ്ടസ്റ്റൻസ് റോക്കിക്ക് കൊടുക്കുന്നുള്ളൂ. ഇന്ന് രാവിലെ ജാസ്മിനിൽ നിന്ന് ഞാനിങ്ങനെ നോക്കി തുടങ്ങിയതാണ്. ജാസ്മിൻ റോക്കിയോട് എന്താ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചാക്കുകയാണ്. അപ്സര മോനെ എന്ന് വിളിക്കുന്നു, ചേച്ചി എന്ന് അപ്സര സ്വയം വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. അതേപോലെ സിജോ നീ ഒരു ചെറിയ പയ്യനാണ് എന്ന് പറയുന്നു. അതിനിടയ്ക്ക് അപ്സര നീ ഒരു ചള്ള് ചെറുക്കനാണെന്ന് റോക്കിയോട് പറയുന്നു. അത്രയധികം റോക്കി സ്വന്തം വേല അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ആ ഒരു ടോട്ടൽ രംഗങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ചില ആളുകളുടെ ഗെയിം എക്സ്പോസ്ഡ് ആയി, അവരുടെ വ്യക്തിത്വം വെളിവായി. അതേപോലെ തന്നെ ചില ആളുകളെ കുറിച്ചിട്ട് നമുക്കുള്ളൊരു ചിന്തയുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കിട്ടി. അപ്പം അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ നോക്കി ഇനിയിപ്പോൾ ഓക്കെ ഇവരിങ്ങനെയാണ് എന്ന് ഉറപ്പിക്കേണ്ട ചില ആളുകളുണ്ട്. അത് അൻസിബ, നോറ, ജാൻമണിയൊക്കെയാണ്. ഈ 3 ആൾക്കാരെ കുറിച്ചിട്ടും കഴിഞ്ഞ ദിവസത്തെ അനാലിസിസ് വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊരു മാറ്റവും ഇല്ലല്ലോ, ഒരു മാറ്റവും ഇല്ല. ഇവർ 3 ആൾക്കാരും ഡേഞ്ചർ ടീമുകളാണ്. അതിൽ അൻസിബ, നോറയൊന്നും എനിക്ക് തീരെ യോജിക്കാൻ പറ്റില്ല. മുന്നേ ഒരാൾ കമന്റ് ചെയ്തു, നിങ്ങൾ അവരെ അങ്ങനെ പറഞ്ഞു. ഞാനല്ല പറഞ്ഞത്, സിജോയാണ് നോമിനേഷന്റെ ടൈമിൽ വിഷം എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചത്. അതേപോലെ ആ ഒരു വാക്ക് അവിടെ ഉപയോഗിക്കരുത് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരു പുരുഷനാണ് അടി കിട്ടിയിരിക്കുന്നത്, സിജോയ്ക്കാണ് അടി കിട്ടിയിരിക്കുന്നത്. സിജോയ്ക്ക് അടി കിട്ടുന്ന സമയത്ത് വേദന എല്ലാ ആളുകൾക്കും ഉള്ളതുപോലെ തന്നെയാണ്. സിജോയ്ക്ക് അടി കിട്ടിയതുകൊണ്ട് റോക്കി പാവം, റോക്കി നല്ലൊരു മനുഷ്യൻ, സിജോ പ്രൊവോക്ക് ചെയ്തു. സിജോയ്ക്ക് അടി കിട്ടിയതുകൊണ്ട് സിജോ ക്ഷമിക്കണം, പ്രേക്ഷകർ പിണങ്ങാൻ സാധ്യതയുണ്ട്, കൂടെയുള്ള ഹൗസ് മേറ്റ്സ് പിണങ്ങാൻ സാധ്യതയുണ്ട്, അതേപോലെ വോട്ട് കുറയാൻ സാധ്യതയുണ്ട്, റോക്കിയുടെ ഫാൻസ് ഇളകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അടി കിട്ടിയത് ഒരു സ്ത്രീക്കാണെന്നുണ്ടെങ്കിലോ, അപ്പോൾ അടി വാങ്ങിയത് ഒരു സ്ത്രീ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനകത്തെ ന്യായ അന്യായങ്ങൾ ആരെങ്കിലും ഒക്കെ ചർച്ച ചെയ്യുമായിരുന്നു. ആരും ചർച്ച ചെയ്തില്ല. റോക്കി എത്ര സ്ത്രീകളോടാണ് ഇങ്ങനെ കയറി ചെല്ലുന്നത്? ഈ തരത്തിൽ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി അങ്ങനെ അടിക്കുമായിരുന്നെന്നുണ്ടെങ്കിൽ ഈ സിജോയ്ക്ക് കൊടുത്ത പരിഗണന ആയിരിക്കുമോ ബാക്കി സ്ത്രീകൾക്ക് കൊടുക്കുക? അവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള അന്തരമുണ്ട്. അതേപോലെ നോറ, അൻസിബയൊക്കെ ആ ഒരു സമയത്ത് സിജോയ്ക്കെതിരെ ഒരു ഗെയിമാണ് കളിച്ചത്. സിജോ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. സിജോ റോക്കിയെ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നില്ല. സിജോ റോക്കിയെ ഫ്രണ്ടായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് എപ്പിസോഡിന്റെ ഇടയിൽ സിജോ എടുത്തു പറയുന്നുണ്ട്. ആ വഴക്കിനിടയിലും എടുത്തു പറയുന്നുണ്ട്, നീ ഒരു സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ പെരുമാറാത്തത്. അപ്പോൾ ഇവര് കറക്റ്റായിട്ട് അവിടെ ഒരു ഗെയിം കളിച്ചത് ഭയങ്കര മോശം തന്നെയാണ്, വലിയ മോശമാണ്. അതേപോലെ ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വയലൻസ് അവിടെ നടക്കുകയാണ്. ആ വയലൻസ് നടക്കുന്ന സമയത്ത് ഇരയാക്കപ്പെട്ട ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അപ്പോൾ ആ ഒരു ആളുടെ ഫ്രണ്ടിലിരുന്ന് മറ്റേ അക്രമിയെ ന്യായീകരിക്കുകയാണ്. ഈ ആൾക്കൂട്ട ആക്രമണമൊക്കെ നടക്കുന്ന സമയത്ത് ഇതേ മെന്റാലിറ്റിയാണ് വർക്ക് ആവുന്നത്. അവര് ഡിസേർവ് ചെയ്യുന്ന ആളാണ് എന്നങ്ങ് ചിന്തിക്കുകയാണ്. ഭയങ്കര അപകടമാണ്. ഇത്തരത്തിലുള്ള ആൾക്കാർ ഭയങ്കര അപകടം തന്നെയാണ്. അത് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. നമ്മളെന്തോ പറഞ്ഞപ്പോൾ വലിയ കുറ്റമായിട്ടൊക്കെ ചില കമന്റുകൾ കണ്ടു. അത് മെയിൻ ചാനലിലും കൊണ്ടുവന്നിട്ടേക്കുന്നുണ്ട്. ആരുടേത് ഇത്? ഒരു പുരുഷനായതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയത്? അവൻ അടി വാങ്ങിയിട്ട് സോറി പറയണം, അത് ഗെയിമാണ്. എന്ത് ഗെയിം? അങ്ങനെയൊന്നുമില്ല. അടി കിട്ടിക്കഴിഞ്ഞാൽ അടി കിട്ടിയവർക്കൊപ്പമാണ് നിൽക്കേണ്ടത് മനുഷ്യന്മാർ. ഇനി എപ്പിസോഡ് റിവ്യൂ അനാലിസിസിലേക്ക് പ്രോപ്പറായി പോയി കഴിഞ്ഞാൽ വളരെ നേരത്തെ ഹൗസിൽ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണ് റോക്കി. എന്തുകൊണ്ടാണ്? റോക്കിക്ക് ഉറക്കമില്ല. കൺഫെഷൻ റൂമിൽ റോക്കി പറഞ്ഞൊരു കാര്യമില്ലേ, എനിക്ക് ഉറക്കമില്ല, ഞാൻ ആകെ സ്ട്രെസ്ഡ് ഔട്ട് ആണ്. എന്തുകൊണ്ടാണ്? ബിഗ് ബോസ് ഡേയ്സ് അത്രയധികം അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ട്. ആ ഒരു ഉറക്കമില്ലായ്മയിൽ നിന്ന് നേരത്തെ എഴുന്നേറ്റ് പുള്ളി ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവിടെ ഭക്ഷണം രാവിലെ നടപടിയാവില്ല. ബാക്കിയുള്ള ആളുകൾ വളരെ വൈകിയാണ് എഴുന്നേൽക്കുന്നത്. ഇന്ന് രാവിലെ മെയിൻ ഇഷ്യൂ തുടങ്ങുന്നത് അവിടെ നിന്നാണ്.
റോക്കിക്ക് ഭക്ഷണമില്ല. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ എഴുന്നേറ്റ് കുക്കിങ്ങിന്റെ പ്ലാൻ ഇട്ടിട്ടില്ല. പവർ ടീമിന്റെ അധികാരം ഇന്നലെ പോയല്ലോ, എന്നാൽ പുതിയ പവർ ടീം അധികാരത്തിലേക്ക് വന്നിട്ടില്ല. ക്യാപ്റ്റൻ മാറിയല്ലോ, എന്നാൽ പുതിയ ക്യാപ്റ്റൻ ഉത്തരവാദിത്തത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഈ ഒരു അവസരത്തിൽ ഇന്നലത്തെ ഫുഡ് എടുത്തു കഴിക്കുന്ന റോക്കിയെയും അർജുനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. റോക്കി അതിൽ വലിയ വിമർശനങ്ങൾ ക്യാമറ നോക്കി ഉന്നയിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ ഒരു വിഷ്വൽ കാണുന്നുണ്ട്, അപ്സര ഫുഡിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, സിജോയോട് അത് ചോദിക്കുന്നുണ്ട്. റോക്കി ഇത് കേൾക്കുന്നില്ല. ഇതിനിടയിൽ മറ്റേ ജാസ്മിൻ ഗബ്രിയൊക്കെ ഇരുന്നിട്ടുള്ള ഒരു സീനുണ്ട്. ഇപ്പോൾ ഗബ്രി ഒരു കാട്ടു കോഴിയാണ് എന്നൊക്കെ പുറത്ത് ഭയങ്കരമായിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ജാസ്മിൻ ഗബ്രിയെ ശ്രീധുനെ നോക്കി നമ്മൾ മാച്ചാണ് എന്ന് പറഞ്ഞ സമയത്ത് ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാട്ടുകോഴി എന്നൊക്കെ വിളിക്കുന്നത് കേട്ടു. അപ്പോൾ ഈ ഗബ്രിയുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കോഴികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീ ആയിട്ട് മറ്റേ സ്ത്രീകളൊക്കെ ആയിട്ട് ഇടപെടുന്ന ആൾക്കാർ അത്ര വലിയ ഉപദ്രവകാരികളൊന്നും അല്ല. ഒന്നാമത് ഗബ്രി പറയുന്ന ഒരു കാര്യമില്ലേ, അയാളുടെ പെങ്ങന്മാരൊക്കെ ആയിട്ട് അയാൾ ഭയങ്കര വീട്ടിൽ അത്ര സിങ്കായിട്ട് വരുന്ന ഒരാളാണ്. അപ്പം അയാൾ ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഇടപെടുന്നത്. ബാക്കി നമ്മുടെ മിടുക്കന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നറിയോ, ഉള്ളിൽ ഈ ചിന്ത വെച്ചിട്ട് എങ്ങനെയാണ് ഒരാളോട് ഫ്രീ ആയിട്ട് ഇടപെടുന്നത്? അപ്പം അതൊരു വേറെ രീതി. ചില ആൾക്കാർ പറയും എനിക്ക് ഗബ്രിയോട് ഫേവറിസം ഉണ്ട്. ഫേവറിസം എന്നല്ല, ഒരു കാര്യം സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിലൊരു നിലപാടുണ്ടാവും. അപ്പോൾ അത് ആർക്കെങ്കിലും അനുകൂലമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. നാളെ വേറെ എന്തെങ്കിലുമൊക്കെ ഉടായ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ നിലപാട് മാറ്റും. അത് സ്ഥിരമായിട്ട് ഒരാളുടെ കൂടെയും ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമൊന്നുമല്ല, അത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ആ കോഴി പരാമർശത്തെക്കുറിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത് വളരെ തമാശ രൂപേണയാണ് അവർ എടുക്കുന്നത്. ഈ ഭക്ഷണത്തിന്റെ കാര്യമായതുകൊണ്ട് തന്നെ ശരണി അടക്കമുള്ള ആളുകൾ അതിനെ എതിർക്കുന്നുണ്ട്. കാരണം അവർ താമസിച്ചാണ് എഴുന്നേറ്റത്, അവർക്ക് ഭക്ഷണം വേണ്ട. റോക്കി പറയുന്ന കാര്യം ന്യായമാണ്, വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ് റോക്കി പറയുന്നത്. ഉത്തരവാദിത്തമൊക്കെ കാണിക്കേണ്ടതാണ്. അപ്പോൾ അപ്സരെ നൈസായിട്ട് റോക്കി ഒന്ന് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അപ്സരയോട് ചോദിക്കുന്നുണ്ട് ഫുഡിന്റെ കാര്യം എന്തുകൊണ്ട് തീരുമാനിക്കുന്നില്ല. അപ്പോൾ അപ്സര എന്തോ തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ റോക്കി അപ്സരയെ കുറിച്ചിട്ട് ഹൗസിൽ പറയുകയാണ്, അപ്സര ഒരു ഏകാധിപതിയെ പോലെയാണ്, ഒന്നും അങ്ങടേക്ക് കേൾക്കില്ല. അങ്ങനെ രാവിലെ മുതൽ റോക്കിയും അപ്സരയുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത് ഭക്ഷണവും അതേപോലെ തന്നെ അപ്സരയുമായിട്ടുള്ള ഒരു ഡിസ്കഷനായിരുന്നു. ഡിസ്കഷൻ അല്ല, വാക്കേറ്റം. ആ ഒരു വാക്കേറ്റത്തിൽ അപ്സര കൊച്ചാക്കി വിടുകയാണ്. ചള്ളു ചെക്ക ചേച്ചി അങ്ങനെ ചെയ്തു തരാട്ടോ മോനെ എന്നൊക്കെ വിളിച്ച് അങ്ങ് കൊച്ചാക്കി വിടുകയാണ്. റോക്കിയുടെ സകല കളിയും മറന്നുപോയി. റോക്കി ഭയങ്കരമായിട്ട് എടി പോടി നിന്റെ മറ്റവനോട് പറയടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് ഭർത്താവിനെ ഏതാണ്ടൊക്കെ പറയുന്നു, റാസ്കൽ എന്ന് അപ്സര തിരിച്ചു വിളിക്കുന്നു. അപ്പോൾ തന്നെ റോക്കി റാസ്കലെ പിടിച്ചു. ഈ റാസ്കൽ ഒരു പ്രശ്നമായിട്ട് മുന്നോട്ടേക്ക് വെച്ച് റാസ്കൽ എന്ന് വിളിച്ചതിന് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പവർ ടീം ഒക്കെ ആക്റ്റീവായി. റസ്മിൻ അതേപോലെ തന്നെ ജിൻഡോ. അപ്പോൾ മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. അതിനു മുൻപ് റസ്മിനെയും ജിൻഡോനെയും പവർ ടീമിലേക്ക് ആനയിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാപ്പ് പറയില്ല. ആദ്യഘട്ടത്തിൽ ഇവർ രണ്ടുപേരും മാപ്പ് പറയില്ല എന്ന് തീരുമാനിക്കുകയാണ്. അതിനിടയ്ക്ക് റോക്കി നിരാഹാരത്തിലേക്കൊക്കെ പോകുന്നു. റാസ്കൽ എന്ന് വിളിച്ചതിന് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിരാഹാരമാണ് എന്ന് പറയുന്നു. ആളുകൾ അവിടെ റോക്കിയെ ചെറിയ രീതിയിൽ പ്രലോഭിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അൻസിബ, ഋഷി, അർജുൻ, റോക്കി എന്നിവരൊക്കെ ഉള്ള ഒരു ഡിസ്കഷൻ കണ്ടല്ലോ. ആ ഒരു ഡിസ്കഷനകത്ത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അവർ സംസാരിച്ചിരുന്നു. അപ്പോൾ അൻസിബ ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഗെയിമാണ്. ബാക്കിയുള്ള ആളുകൾക്കിടയിൽ മറ്റുള്ള ആളുകളുടെ വെറുപ്പ് ഇങ്ങനെ ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ഗെയിമാണ് അൻസിബ കളിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പവർ ടീം നമുക്ക് ആവണം, ക്യാപ്റ്റനും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വേണം, അടിപൊളിയാവണം. ഈ മൂന്നാളുകളുണ്ടല്ലോ, അർജുൻ, അൻസിബ, ഋഷി, ഇവർ പുതപ്പിനടിയിൽ നിന്ന് അധികം നേരം എഴുന്നേൽക്കില്ല. ഇവർക്ക് ആകെയുള്ള ആശ്രയം റോക്കി ചേട്ടനാണ്. റോക്കി ചേട്ടന്റെ പുറകെ പോവുക, ഗെയിം കളിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പരിപാടി. അതുകൊണ്ടാണ് റോക്കി ഔട്ടായി എന്നറിഞ്ഞ സമയത്ത് മറ്റേ ഋഷിയുടെ സകലതും പോയത്. അവൻ മോങ്ങിപ്പോയി. കാരണം റോക്കി ചേട്ടൻ ഇല്ലാതെ എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത്? വേറെ ഒരു ഗെയിമും നമ്മുടെ ഋഷിക്കില്ല. അപ്പൊ അൻസിബയുടേത് ഒരു ഗെയിമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അൻസിബയുടേത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു മാനസിക സുഖം പോലെയുള്ള ഒരു സംഭവമാണ്. കാരണം അത്രയധികം വെറുപ്പാണ് ആ പെൺകുട്ടി പറഞ്ഞു വരുത്തുന്നത്. ഈ മീറ്റിംഗിൽ അപ്സരയെ കുറിച്ചിട്ട് അൻസിബ പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരു കാര്യം എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അൻസിബയുടെ ഫ്രണ്ടിൽ വെച്ച് ആരുടെ ഒരു കുറ്റം പറഞ്ഞാലും അൻസിബയ്ക്ക് അവരെക്കാളും കൂടുതൽ ആ വ്യക്തിയെ കുറിച്ച് പറയാനുണ്ടാവും. അപ്പോൾ ഇന്ന് അൻസിബയ്ക്ക് അപ്സരയെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നു. ഒരു ജാതി കുറ്റങ്ങൾ പറഞ്ഞ് നൈസായിട്ട് സ്ക്രൂ ചെയ്ത് കൊടുത്തു, റോക്കിനെ സ്ക്രൂ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് വിളിച്ചൊരു മീറ്റിംഗ് ആണ്. പവർ ടീമിന്റെ പവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ പറയുകയാണ്. ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ കുറേയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കടുത്ത ശിക്ഷാ നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിനിടയിൽ ആ ഒരു മാപ്പ് വലിയ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. പിന്നെ ഫുഡിന്റെ കാര്യം വരികയാണ്. യമുനയാണ് ആ ഒരു കേസ് ശരിക്കും അവിടെ സ്ട്രോങ് ആയിട്ട് എടുത്തിരുന്നത്. ഫുഡിന്റെ കാര്യം യമുന രാവിലെ സൂചിപ്പിച്ചിരുന്നു, എന്നാൽ ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. അത് പറഞ്ഞ സമയത്ത് അപ്സര ധാർഷ്ട്യത്തോടെ പറഞ്ഞു പോലും, അല്ലെങ്കിൽ യമുന ചേച്ചി അത് കട്ട് ചെയ്യുക. അപ്പോൾ യമുന ഭയങ്കരമായിട്ട് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് കിടക്കുന്ന ആളാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. അപ്പോഴത്തേന് റോക്കി ഓണായി. ഇന്നലെ നമ്മൾ കണ്ടതാണ്, യമുനയ്ക്കൊക്കെ റോക്കിയോട് ഒരു ചായവുണ്ട്, റോക്കിയെ സപ്പോർട്ടാണ്. റോക്കി പറഞ്ഞ കാര്യം ന്യായമാണ്, അവർ പറയുന്നതിനകത്ത് ഓക്കെയാണ്. റോക്കി എപ്പോഴേ ചാടി വീണ് അപ്സരയ്ക്കെതിരായി. അപ്സര രാവിലെ തന്നെ അത് പറയുന്നത് നമ്മൾ എപ്പിസോഡിൽ കേട്ടല്ലോ. അപ്പോൾ സിജോ ആയിട്ട് പ്രശ്നമായി.
ഇപ്പം സിജോ പറഞ്ഞൊരു കാര്യം വാലിഡാണ്. താൻ ഒരു കാര്യം കേൾക്കാത്തത് കൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് ഇവിടെ എടുത്ത് പറയേണ്ടതില്ല എന്നുള്ളൊരു കാര്യം. അങ്ങനെ സിജോയും റോക്കിയും തമ്മിൽ ഒരു വാഗ്വാദത്തിലേക്ക് വരുന്നു, കടുത്ത വാഗ്വാദം. റോക്കി ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഇടപെടാത്തതെന്നൊക്കെ ആ ഒരു മൊമെന്റിൽ തന്നെ സിജോ പറയുന്നുണ്ട്. ഇന്നലെ ആ ഒരു സമരത്തിന്റെ ക്രെഡിറ്റ് എടുത്തത് രാവിലെ പ്രേക്ഷകർക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന റോക്കിയെ നമ്മൾ കണ്ടതാണ്. ക്യാപ്റ്റൻസി ശരിക്കും സിജോയിലേക്ക് പോയതിലും റോക്കിക്ക് വലിയ അതൃപ്തിയുണ്ട്. ആദ്യ ആഴ്ചയിൽ ക്യാപ്റ്റൻ ആകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച സമയത്ത് അതിനെ നിരാകരിച്ചതിന്റെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ ക്രെഡിറ്റും എടുക്കുന്നുണ്ട് എന്ന് നോറയൊക്കെ അടക്കമുള്ള ആളുകളുടെ അതേ ഒരു പരാതി റോക്കിക്കുണ്ട്. ഈ കലിപ്പെല്ലാം വെച്ചിട്ടാണ് സിജോയുടെ വാക്കേറ്റത്തിൽ പോകുന്നത്. സീസൺ 6 ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രത്യേകതയാണ്, മുന്നേക്ക് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും ആൾക്കാർ അടിക്കുന്നല്ലേ, ഇവരിങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ വരികയാണ്, രണ്ടും കണ്ട ഫ്രഞ്ചൈസ് ചെയ്യുമെന്ന് തോന്നും. അമ്മാതിരി രീതിയിലാണ് ഇവര് എന്തെങ്കിലുമൊക്കെ പ്രകോപനം ഉണ്ടായി കഴിയുമ്പോഴത്തേനും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണത്തത്തെ കുറിച്ചിട്ട് പറയുന്നു, തോണ്ടുന്നു, പിടിക്കുന്നു. സിജു ആണെങ്കിൽ നൈസായിട്ട് വാവേ കുണുവാവേ എന്നൊക്കെ പറഞ്ഞിട്ട് താടിയെ പിടിക്കുന്നു. റോക്കിക്ക് വിചാരം റോക്കി വേറെ റേഞ്ചിലുള്ള ഒരാളാണ്. അപ്പം അയാളെ കുണുവാവേ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പറ്റുമോ? അയാളെ കുറിച്ചിട്ട് അയാൾ കൊടുക്കുന്ന ഒരു ഇമേജ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും അയാളെ അങ്ങനെ വിളിക്കുന്ന സമയത്ത് അയാളെ വലിയൊരു സംഭവമായിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. അയാളെ കിളി പോവും. അയാൾ പറഞ്ഞു നീ ചുണയുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തൊന്ന് പിടിക്കടാന്നെങ്ങാണ്ട് പറഞ്ഞു. ചെറുതായിട്ടൊന്ന് പുറത്ത് പിടിച്ചു, അടി പൊട്ടി. ഇത് റോക്കി കൺഫെഷൻ റൂമിൽ ചെന്നിട്ട് കരയുമ്പോൾ എങ്ങനെയാ, അവനോട് ഞാൻ പറഞ്ഞ പിടിക്കരുതേ അങ്ങനെ പിടിക്കരുതേ എന്നൊന്നും അല്ലല്ലോ റോക്കി പറഞ്ഞത്. അവിടെ ചെന്ന് റോക്കി പറയുന്നത് എല്ലാ ആൾക്കാരും റോക്കി ഒറ്റപ്പെടുത്തി. ആര് റോക്കി ഒറ്റപ്പെടുത്തി? ഒറ്റപ്പെടുത്തിയത് മറ്റേ ജാസ്മിനെ ഗബ്രിയാണ്. അവരല്ലാതെ വേറെ ഒരാളെയും ബിഗ് ബോസ് സീസൺ 6 ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ല. റോക്കി കയറി വന്നത് തന്നെ അവർക്കെതിരെ ഡയലോഗ് അടിച്ചിട്ടാണ്. അൻസിബയെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ അൻസിബയുടെ സഹകാരം കൊണ്ടിട്ടാണ്. അത്രയധികം റോങ് ആയിട്ടുള്ള രീതിയിലാണ് ശരിക്കും ഗെയിം മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാ ആളുകൾക്കും ഭയങ്കര ഹെയ്റ്റാണ്, ഗബ്രി ജാസ്മിനോട് ഭയങ്കര ഹെയ്റ്റാണ്, ഹൗസിലുള്ള ആളുകൾക്ക്, പ്രേക്ഷകർക്ക്. അൻസിബയൊക്കെ പറഞ്ഞിട്ടില്ലേ മനുഷ്യത്വമില്ലാത്ത ആൾക്കാരാണ്. എനിക്ക് ഫീൽ ചെയ്യണില്ല. എന്തുവാണ് അവര് ആരുടെയും അടി ഉണ്ടാക്കാനായിട്ട് കാരണമായിട്ടില്ല. ഇവിടെ പറയുന്ന കാര്യം അവിടെ പോയി പറഞ്ഞിട്ട് വിഷം ഉണ്ടാക്കിയിട്ടില്ല. അവർ കറക്റ്റായിട്ട് ഗെയിം കളിച്ചു. അവരുടെ ഗെയിമാണ് ഇവർ അസ്വസ്ഥപ്പെടുത്തുന്നത്. ഋഷിയെ നോമിനേറ്റ് ചെയ്തു. ഋഷിയെ നോമിനേറ്റ് ചെയ്യേണ്ട ആരാണെങ്കിലും നോമിനേറ്റ് ചെയ്യും. ഋഷി എന്താണ് അവിടെ ചെയ്യുന്നത്? ഇതൊക്കെയാണ് ഇവിടുത്തെ വലിയ പ്രശ്നങ്ങൾ. അടി നടക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, റോക്കിയുടെ പെറ്റ്സ് ആയിട്ടുള്ള അൻസിബ, ഋഷി, അർജുനൊക്കെ പുതപ്പിനടി തന്നെ ഇരിക്കുകയാണ്. അൻസിബ ഇങ്ങനെ നോക്കിയിരിക്കുക, അടി പൊട്ടോ എന്ന് അറിയാൻ വേണ്ടി. ആരും പിടിച്ചു മാറ്റാൻ ചെല്ലുന്നില്ല. ഗബ്രി ആദ്യം ഒന്ന് പിടിച്ചു മാറ്റാൻ ചെല്ലുന്നുണ്ട്, ബാക്കി ആൾക്കാരൊക്കെ പിടിച്ചു മാറ്റാൻ ചെല്ലുന്നുണ്ട്. വേറെ ആരും വരുന്നില്ല. റോക്കിയുടെ ടീമിൽ നിന്ന് ആരും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അഭിനയം നടത്തിയത്. അങ്ങനെ സിജോയ്ക്ക് അടി കിട്ടി. സിജോയ്ക്ക് യാതൊരുവിധ പരാതികളും ഇല്ല. ചെറിയൊരു റിലേ ആദ്യം ഒന്ന് കട്ടായി പോയി, അമ്മാതിരി അടിയാണ്, പല്ല കിളകിപ്പോയി. ഈ ഒരു സിറ്റുവേഷൻ കഴിയുമ്പോഴത്തേന് നൈസായിട്ട് ട്രാക്ക് മാറ്റി. പല ആൾക്കാരും ട്രാക്ക് മാറ്റി. ജാൻമണിയുടെ ഒക്കെ കരച്ചിലൊന്ന് കാണേണ്ടതാണ്. ഇതിപ്പോൾ ഒരു പെൺകുട്ടിക്കെട്ടാണ് അടി കിട്ടിയെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമോ? സിജോ അത് മനസ്സിലാക്കിയിട്ടും സിജോയ്ക്ക് കുറച്ച് മനസാക്ഷി ഉള്ളതുകൊണ്ടും സിജോ പറഞ്ഞു എനിക്ക് പരാതിയൊന്നുമില്ല. സിജോ ആ സൗഹൃദത്തെ കുറിച്ചിട്ട് മുന്നേ തന്നെ പറഞ്ഞതുകൊണ്ട് എനിക്ക് സിജോയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തോന്നി. സിജോ റോക്കി ഒരു ഫ്രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നോറയുടെ കുത്തത്തിരിപ്പ്, അവനങ്ങനെയൊന്നുമില്ല, റോക്കിക്ക് അവൻ ഫ്രണ്ടൊന്നുമില്ല, സിജോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് സിജോയ്ക്ക് നാണമില്ലേ? നോറ അതിൻ്റെ ഇടയ്ക്ക്, എന്നിട്ട് നോറ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. നോറയ്ക്ക് തന്നെ അറിയാം ന്യായമൊന്നുമില്ല പറയുന്നതിനകത്ത്, അഭിനയമാണ് എന്നുള്ളത് നോറയ്ക്ക് അറിയാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേന് ഇവരെന്താ പോവാത്തെ എന്നൊരു എക്സ്പ്രഷനൊക്കെ നോറയുടെ അടുത്ത് വരുന്നുണ്ട്. എന്തുമാത്രം ക്രൂപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നീട് ഉണ്ടായിരുന്നത് നോമിനേഷനാണ്. ഡയറക്റ്റ് നോമിനേഷനിലേക്ക് നമ്മുടെ അധികം ആൾക്കാരോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർ ടീം റസ്മിനും ജിൻഡോയുമാണ്. അവർ അർജുനെ നോമിനേറ്റ് ചെയ്യുന്നു. അർജുൻ മറ്റേ ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ച് വിളിച്ച് കഴിഞ്ഞ ദിവസം കുറെ ഷോ ഒക്കെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് അർജുൻ. ഗബ്രിയെ നോമിനേറ്റ് ചെയ്ത ആളുകൾ ജിൻഡോ, ശ്രീരേഖ, നോറ, അപ്സര, യമുന, ശ്രീതു, ശരണ്യ, അൻസിബ, അർജുൻ, ജാൻമണി. നോറയെ നോമിനേറ്റ് ചെയ്തത് ജിൻഡോ, സിജോ നോറയുടെ ആ ഒരു വിഷം കുത്തിവെക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജാൻമണി നോമിനേറ്റ് ചെയ്തത് റസ്മിൻ, ജാസ്മിൻ, ഗബ്രി. അപ്പൊ ജാൻമണി അത്ഭുതപ്പെട്ടു, താൻ എത്ര നിഷ്കളങ്കമായിട്ട് തന്നെ ആൾക്കാർ നോമിനേഷനിലേക്ക് വിട്ടോ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു എക്സ്പ്രഷനെ കിട്ടും. പക്ഷെ ജാൻമണി ഭയങ്കര ക്രൂപ്ഡ് ആണെന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാലോ. ശ്രീരേഖ നോമിനേറ്റ് ചെയ്ത ആളുകൾ റസ്മിൻ ആൻഡ് ഋഷി. ജാസ്മിൻ 7 വോട്ടുണ്ട്. ജാൻമണി, ശ്രീരേഖ, ശരണ്യ, ഋഷി, നോറ, അൻസിബ അങ്ങനെയുള്ള ആളുകൾ. യമുന 3 വോട്ടുകൾ. അപ്സര, അർജുൻ, സിജോ. യമുനെ നോമിനേറ്റ് ചെയ്യുന്നത് കാരണം യമുന ഒരു പണിയെടുക്കത്തില്ല എന്നുള്ള ഒരു പരാതി അർജുനുണ്ട്. ഇതേ പരാതി അപ്സരയ്ക്കുമുണ്ട്. ചേച്ചിയുടെ കാല് തീരുമാനമായിട്ടോ ചേച്ചി പറയുന്നത് കേൾക്കാനായിട്ടോ അല്ല ഞാനിവിടെ വന്നിരിക്കുന്നതെന്നൊക്കെ ഇന്ന് കമന്റുകൾക്ക് ഉണ്ടായി. അൻസിബെ നോമിനേറ്റ് ചെയ്തത് ഗബ്രി ആൻഡ് യമുനയാണ്. വേറെ ഒരാൾക്കാർക്കും അൻസിബ് പറഞ്ഞ സദാചാരത്തിനകത്ത് ഒരു പ്രശ്നമില്ല. അമ്മാതിരി സദാചാരമാണ് പറഞ്ഞത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേരെ ടൂറൊന്നും വിടത്തില്ല എന്നൊക്കെ പ്ലാൻ ചെയ്യാന്ന് പറയുന്ന ഒരു വേർഡ് ഗബ്രി അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് അത് അന്ന് രതീഷിനോട് കിട്ടിയ പണി ഇത് തന്നെയാണ്. കറക്റ്റായിട്ട് അതിനെ കറക്കിയെടുത്ത് ഗേ എന്നുള്ളൊരു സാധനമൊക്കെ വെച്ചിട്ട് പ്ലാൻ ചെയ്തു രതീഷിന്റെ കാര്യത്തിലും. അതാണ് അൻസിബ് ചെയ്തത്. രതീഷിന്റെ കാര്യത്തിൽ രതീഷിന്റെ ഭാഗത്ത് ന്യായം കുറവായതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അതിനെ നമുക്ക് പിന്നെ വേറെ ഒരു രീതിയിലും പറയാൻ പറ്റത്തില്ല. പ്ലാൻ ചെയ്യുന്ന പരിപാടി.
സദാചാരം പ്ലാൻ ചെയ്ത ഒരു പരിപാടി, അവരെ ഭയങ്കര മോശമായിട്ട് ചിത്രീകരിച്ച ഒരു പരിപാടി, പ്രേക്ഷകരിലേക്ക് മോശം ഇമേജ് ഇട്ട് കൊടുത്തൊരു പരിപാടി. അത് ഗബ്ബർ പറഞ്ഞ ന്യായമാണ്. ഒരു വോട്ടോടെ ശ്രീതു നോമിനേറ്റഡായി. ജാസ്മിനാണ് ആ ഒരു വോട്ട് ചെയ്തത്. നമുക്കറിയാം ഈ നോമിനേഷനിൽ വന്ന ആൾക്കാരൊന്നും പുറത്തു പോകാൻ തീരെ സാധ്യതയില്ലാത്ത ആളുകളാണ്. കാരണം ഈ വീക്കെൻഡിൽ നമ്മുടെ ഈസ്റ്റർ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയമല്ലേ. അപ്പോൾ അവർ പുറത്തു പോകത്തൊന്നുമില്ലായിരിക്കും. പുറത്തു പോയാൽ ആരുണ്ട്? ബിഗ് ബോസ് പ്രതീക്ഷിക്കാതെ തന്നെ ചില ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. റോക്കി പോയി. എവിക്ഷനിലേക്ക് പോകുന്ന ആൾക്കാരെക്കാളും കൂടുതൽ വിഷയം ഉണ്ടാക്കി പോകുന്ന ആൾക്കാരുണ്ടല്ലോ. രതീഷിനെയൊക്കെ ആണെങ്കിലും ഒന്ന് നിർത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് രതീഷ് പോകുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.